അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. അതിന് മുമ്പ് ഈ പേപ്പർ ഒന്ന് മടക്കിയിട്ട് മടങ്ങണ്ടേ. ഈ പേപ്പർ ഇതുവരെയായിട്ട് മടക്കി എത്ര സമയമായിന്നറിയോ. ഇത് മടക്കിയിട്ട് വേണം എനിക്ക് എന്തോന്നും പെയിൻറ്റിംഗ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരിക്കേന്. ആദ്യമുള്ള പെയിൻ്റൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മുമ്പിലെടുക്കണ മണ്ണുകുപ്പിയില്ലേ, അത് ഉമ്മാൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉമ്മ എടുത്ത് കൈ പിടിച്ചതാട്ടോ. അതൊക്കെ ഉമ്മ പൊക്കി. എന്നിട്ട് ഇമ്മ അതെൻ്റെ അടുത്ത് തന്നു, പറഞ്ഞ് ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അതിന് പറ്റിയ ഡിസൈൻ നോക്കി ഒരു അടാറ് ഡിസൈൻ തന്നെ എൻ്റെ കയ്യിൽ തന്നെ കേട്ടോ. ഞാൻ അങ്ങനെ ഡിസൈനൊന്നും പെയിൻറ്റ് ചെയ്യുന്ന ആളല്ല. എന്നാലും ഉമ്മ തന്നത് ഇതെന്താ, എന്നാലും ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞു. എനിക്ക് പറ്റുമെങ്കിൽ ചെയ്തു തരാറുണ്ട്, അല്ലെങ്കിൽ വേറെ ചെയ്യാന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യാണ്. ഈ ബോട്ടിലിന് ഫുള്ള് നമുക്ക് വൈറ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ഫുള്ള് വൈറ്റ് ആക്കി എടുത്ത് ഇനി നമ്മളിതിൽ കുറേ പല പല നിറത്തിലായിട്ടുള്ള റെയിൻബോസ് കളറായിരിക്കുന്ന റൗണ്ട്സ് വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഈ ഒരു 6 കളർ വെച്ചിട്ട് തന്നെ നമുക്ക് അത് 6 കളറിനെ വെച്ചിട്ട് അതിനെ ഇങ്ങനെ ചെയ്യുമ്പോൾ വൈറ്റ് അതിൽ കൊടുക്കാണ്ട് തന്നെ 5 എണ്ണമാണ് കൊടുക്കാൻ പറ്റുക. അതുകൊണ്ട് ഞാൻ കുറേ കളേഴ്സ് മിക്സ് ചെയ്തിപ്പോൾ ഈ കൊടുത്തോണ്ടിരിക്കുന്നതൊക്കെ കളർ മിക്സിങ് ആണ്. അങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ ഞാൻ റൗണ്ട് ഷേപ്പൊക്കെ ചെയ്ത് വെച്ച് കേട്ടോ. ഫസ്റ്റ് റെഡ്, പിന്നെ യെല്ലോ, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ചെയ്തെടുത്ത് ഇതാണ് അങ്ങനെ. പിന്നെ നമ്മളിവിടെ ഇത് പെൻസിൽ കൊണ്ട് ഞാൻ ഉമ്മ പറഞ്ഞ ഡ്രോയിങ് ചെയ്ത്, പക്ഷെ അതുപോലെ ആയിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ ആ പെൻസിൽ കൊണ്ട് അങ്ങനെയൊക്കെ വരച്ച് പെയിൻറ്റ് ചെയ്ത് കുറേ ഇല ടൈപ്പും അതിനെന്തൊക്കെ ഒരു ഫ്ലവർ ടൈപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കും കേട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ വേണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന രീതി ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.